എവിടെ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ എന്ത് വിശേഷം? എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു സോഷ്യൽ മീഡിയ താരമുണ്ട് നൗഫൽ ഖാൻ, അവൻ്റെ വീഡിയോൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ നോക്കി, അവൻ്റെ വീഡിയോസൊക്കെ ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 1-2-3 ഭയങ്കരമായിട്ട് ലൈക്കായി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആദ്യം അത് നമ്മളിന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരം വൈകാതെ ആയിട്ട് കിടക്കാം, നോക്കാം നമുക്ക്. ഈസിയാ. അവന്റെ കെട്ടിയോളൊരുത്തി വന്ന് വീട്ടിൽ ദിവസേന പ്രശ്നമാണ്. കണ്ടാലും ഷൺമുഖൻ തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്തോടെ പിന്നെ സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടെ ചവിട്ടി ചളക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ജയിലെത്തിരി വെച്ചോണ്ടാ പറയും. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും, മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് നിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാത്തേക്ക് വരഞ്ഞാണേ പിള്ളേര്. നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലും കയറ്റി വെച്ച് ചളവയടിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായിടണമെങ്കിൽ ഇവനെ ഉള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടി കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പിൽ കേട്ടാണ്? ഈസിയാ. അവന്റെ കെട്ടിയോളൊരുത്തി ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കണ്ടപ്പോഴാണ് ഓർമ്മയായത്. ഞാൻ ഇത് ബ്ലാക്ക് സിനിമയത്തെ ഡയലോഗാണത്. അപ്പോൾ ബ്ലാക്ക് ഇറങ്ങിയ സമയത്തൊക്കെ അന്ന് സി ഡിൻ്റെ ടൈമാണ്, സി ഡി കാലഘട്ടമാണ്. അന്ന് സി ഡി ആണ് എല്ലാവരും വാങ്ങൽ. കോപ്പി ഇറങ്ങുന്ന സമയമാണ്, സി ഡി കോപ്പി ഇറങ്ങും, ബ്ലാക്ക് ഇറങ്ങും. അപ്പം അന്ന് നമ്മൾ ഇത് കണ്ടത് തിയേറ്ററിൽ നിന്നല്ല കണ്ടത്. അന്ന് ഞാൻ നമ്മളെ നാട്ടിലത്തെ ഒരു സാഗർ കൂട്ടായ എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്, സാഗർ ക്ലബ്ബ്. അവിടെ അന്ന് സി ഡി ഇട്ട് ഒരു ബ്ലാക്ക് സി ഡി ഇട്ട് കോപ്പി സി ഡി ഇട്ടിട്ട് കണ്ടാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ക്ലബ്ബിൽ നിന്ന് എല്ലാവരും ഭയങ്കര, അന്ന് മമ്മൂട്ടിൻ്റെ ആ ഒരു ബ്ലാക്ക് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹിറ്റ് സിനിമ, ഭയങ്കര അടിപൊളി സിനിമ ആണത്. അപ്പോൾ ഒന്നുകൂടി കണ്ടു നോക്കാം നമുക്ക്, സംഭവം രസമുണ്ട്. അപ്പൊ ഞാൻ നൗഫൽ ഖാൻ കൂട്ടായി. അപ്പൊ ഒരു അവന്റെ കെട്ടിയോളൊരുത്തി വന്ന് വീട്ടിൽ ദിവസേന പ്രശ്നമാണ്. കണ്ടാലും ഷൺമുഖൻ തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്തോടെ പിന്നെ സാറന്മാര് പറഞ്ഞു തരും. സെറ്റ്. അത് നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ, നൗഫൽ ഖാൻ നമ്മളെ ഫ്രണ്ടാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ജലീൽ, പിന്നെ പ്രമാണിയുടെ ഒരു പേരെനിക്കറിയില്ല, ദിറാർ അങ്ങനെ എന്തോന്ന് പേര്. കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടെ ചവിട്ടി ചളക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ജയിലെത്തിരി വെച്ചോണ്ടാ പറയും. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും, മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് നിറയ്ക്കും. രക്ഷയില്ലട്ടെ നൗഫൽ ഖാന്. സംഭവം മമ്മൂട്ടിയാണ് ഇതിൻ്റെ വോയിസ് എങ്കിലും ആക്ടിങ് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യേണ്ടി ചെക്കാം. സംഭവം രസമുണ്ട്. സ്കെച്ച് ചെയ്ത് കാത്തേക്ക് വരഞ്ഞാണേ പിള്ളേര്. അതുപോലെ വേറൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു അന്നക്കോണ്ടത്തെ കിങ് കോബ്ര അന്നക്കോണ്ടത്തെ ഒരു ഉണ്ടായിരുന്നല്ലേ.
കുറച്ചൊക്കെ ഇതുണ്ടെങ്കിൽ നാല് കുഴപ്പമില്ല. അടിയിൽ കുറേയൊക്കെ ചെയ്യില്ല പക്ഷേ അതൊക്കെ പൊളിയാണ്ട. രക്ഷയില്ല. ഇതാണ്. പിന്നെ വേറെ 1-2 വീഡിയോസ് ഉണ്ടായിരുന്നു. എന്താണടാ നിന്റെ മട്ടേ കയ്യില്? ഒന്നുമില്ലേ. പിന്നെ എന്തിനാണ് പട്ടി നീ ഇവരെ കൈ പുറകിൽ പിടിച്ചിരിക്കുന്നത്? അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ആക്ടിങ് ആ ഒരു സൗണ്ടല്ലേ ഞാൻ പറയുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് നൗഫൽ ഖാനോട് പറയാനുള്ളത്, ഓൺ വോയിസിൽ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഡബിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഓൺ വോയിസിൽ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അങ്ങനെ തന്നെ എല്ലാം ശരിയാവില്ല. ട്രൈ ചെയ്ത് നോക്കി നോക്ക്. സംഭവം അടിപൊളിയാക്കി എടുക്കുകയാണ്. ഒരു രക്ഷയില്ല. നൗഫൽ ഖാൻ പൊളിയാണ്. നിനക്ക് ടൂറാണ് മുട്ടുന്നുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ കണ്ടാൽ നിനക്ക് ബഹുമാനിക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങ് അടുത്തു വേണം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നൗഫൽ ഖാനോട് എനിക്ക് പറയാനുള്ളത്, സംഭവം അടിപൊളി. ഒരു രക്ഷയില്ല. വീണ്ടും ഓൺ വോയിസിൽ ചെയ്യാൻ നോക്ക്. ഓൺ വോയിസിൽ കറക്റ്റ് ചെയ്യാൻ നോക്ക്. എനിക്ക് റിക്വസ്റ്റാണത്. അത് ഒന്നുകൂടെ എൻ്റെ വോയിസിൽ ഒരു ഇത് ഉണ്ടാവും. ഡബ് ചെയ്യാതെ ഓൺ വോയിസിലൊന്ന് സെറ്റാക്കാൻ നോക്കി നോക്ക്. ശ്രമിച്ചു നോക്ക്. അങ്ങനെ തന്നെയൊക്കെ ശരിയാവില്ലേ? ശരിയാവും. ഇൻഷാല്ലാ റെഡിയാവും. അപ്പോൾ സെറ്റാണ്. നൗഫൽ ഖാനെ സപ്പോർട്ട് ചെയ്യാണ്. നൗഫൽ ഖാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഫോളോ ചെയ്ത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ. എല്ലാവരും പോയി സെറ്റല്ല എല്ലാവരും. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ ശരി. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യണം മക്കളെ.